Good afternoon, everyone. Last class എടുത്തൊക്കെ നോക്കിയിരുന്നോ എല്ലാവരും? ലാസ്റ്റ് ക്ലാസ് എടുത്ത ഏരിയ എല്ലാവരും നോക്കിയിരുന്നോ? എന്താ അവസ്ഥ? ഇതുവരെ ഓക്കെ അല്ലേ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയോ? എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ? അതോ ക്ലാസ് കേൾക്കുക എന്നിട്ട് നേരെ ബുക്ക് അടച്ചു വെക്കുകയാണോ? എന്താണ് ഉച്ചയായിട്ടാണോ ആർക്കും ഒരു എനർജി ഇല്ലാത്തത്? ആരും റെസ്പോൺസ് ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ടെസ്റ്റിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് ഇതിലല്ലേ? നമ്മുടെ സെക്ഷൻ 18 സബ്സെക്ഷൻ 6-ലല്ലേ? ആണല്ലോ. നമ്മളൊരു ക്യാപിറ്റൽ ഗുഡ്സ് വിൽക്കുന്ന കേസല്ലേ? ആണല്ലോ. അപ്പോ എന്താണ്, ഞാനൊരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങി, ഞാനത് എൻ്റെ ബിസിനസ്സിൽ ഉപയോഗിച്ചു, പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അത് വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോ ഞാൻ ഓൾറെഡി ഈ ഗുഡ്സ് വാങ്ങിയപ്പോൾ, ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയപ്പോൾ ഞാൻ അതിന്റെ ഫുൾ വാല്യൂ ITC ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും അല്ലെ? വാങ്ങിയ മാസം തന്നെ ഞാനത് GSTR 3B കാണിച്ച്, 2-ലും 3B-ലും കാണിച്ചിട്ട് 3B കൺസോളിഡേറ്റഡിൽ ITC എനിക്ക് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആണെങ്കിൽ ആ സാധനം പിന്നീട് വിൽക്കുന്ന സമയത്ത് എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്? നമ്മൾ ക്ലെയിം ചെയ്തതിൽ എത്ര അടയ്ക്കണം, എത്ര തുക അടയ്ക്കണം എന്നുള്ളതാണ് പഠിക്കുന്നത്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. നമ്മള് ഒരു മെഷീനറിയുടെ യൂസ്ഫുൾ ലൈഫ് എത്രയാടാ? ക്യാപിറ്റൽ ഗുഡ്സിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാ? ഫൈവ് ഇയേഴ്സ്. അപ്പോ ഞാനത് എത്ര ക്വാർട്ടറിൽ ഉപയോഗിച്ചോ,
ഓരോ ക്വാർട്ടറിന് 5% ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഞാനത് എത്ര ക്വാർട്ടർ ഉപയോഗിച്ചോ അത്രയും ക്വാർട്ടറിന്റെ വാല്യൂ കുറയ്ക്കാം. ഇപ്പൊ ഞാനൊരു മെഷീനറി 1,00,000 വാങ്ങിയെന്ന് വിചാരിക്കാം. 18,000 രൂപയായിരുന്നു ഞാൻ അടച്ച ടാക്സ് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ടോട്ടൽ എത്ര ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാവും? 18,000 ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഞാനത് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഗുഡ്സ് വിൽക്കുകയാണ്. അപ്പൊ ഞാൻ ആക്ച്വലി 18,000 ക്ലെയിം ചെയ്തു. ഇത് ആക്ച്വലി 5 കൊല്ലത്തെ എന്റെ ITC ആണ്. ഇതിന്റെ യൂസ്ഫുൾ ലൈഫ് 5 കൊല്ലാണ്. അതുകൊണ്ട് 5 കൊല്ലത്തെ എന്റെ ITC ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ വെച്ച് ഞാൻ വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന സമയം മുതൽ ഞാൻ എന്താണ്? ഇൻഎലിജിബിൾ ആണ്. ആ ITC കിട്ടാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ അത്രയും തുക റിവേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? ITC ടേക്കൺ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് എത്രയാണോ അത് നോക്കുക. ലെസ് ഒരു ക്വാർട്ടറിന് 5%, പാർട്ടാണെങ്കിലും 5%. ബാലൻസ് ITC എത്രയാണോ അത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ 1,00,000 രൂപ എന്ന് പറഞ്ഞില്ലേ, 1,00,000-ന് 18,000. ഞാൻ വിൽക്കുന്ന സമയം 80,000 രൂപയാണ്. അവിടെ 18% ആണെങ്കിൽ എത്ര വരും? 8 8 16 1,600 പോയി കഴിഞ്ഞാൽ 14,400 അല്ലെ? അപ്പൊ 14,400 ആണോ അതോ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നാണോ വിറ്റത് അത്രയും ക്വാർട്ടർ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണോ? വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മൾ അടയ്ക്കേണ്ട തുക. ഓക്കെ, അത്ര എമൗണ്ട് നമ്മൾ അടയ്ക്കണം. ഇൻഎലിജിബിൾ ക്ലെയിം ചെയ്ത സാധനം തിരിച്ചടയ്ക്കണം ഗവൺമെന്റിലോട്ട്. ക്ലിയർ? ഒരു പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവില്ലേ? നിങ്ങൾ ചെയ്യില്ലേ? നിങ്ങൾ ചെയ്യുമല്ലോ അല്ലെ? ചെയ്യില്ലേ? ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ചേ. നീ ഉണ്ടായില്ലെന്നോ? എവിടെ പോയി? ഇത്രേ ഉള്ളൂ. ഞാനൊരു മെഷീനറി വാങ്ങി. ആ മെഷീനറിയുടെ എത്രയാണോ 5 കൊല്ലാണല്ലോ നമ്മൾ യൂസ്ഫുൾ ലൈഫ്. 5 കൊല്ലത്തേക്കാണല്ലോ ഒരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗിക്കുന്ന സമയം. അപ്പൊ 5 കൊല്ലത്തേക്കുള്ള ITC ഞാൻ മൊത്തമായിട്ടും ആ വാങ്ങിയ സമയം തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മെഷീനറി വാങ്ങി 1,00,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എഴുതി കാണിക്കാം നല്ലത്. ഞാനൊരു മെഷീനറി വാങ്ങി 1,00,000. ഞാനൊരു മെഷീനറി വാങ്ങി 1,00,000 രൂപയാണ് അതിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം. പ്ലസ് 18%. അപ്പോൾ 1,18,000 രൂപയാണ് ഞാൻ ടോട്ടലി ഈ മെഷീനറിക്ക് അടച്ചതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 18,000 രൂപ GST ഞാൻ ആ വാങ്ങിയ മാസം, ഇപ്പൊ ജനുവരി മാസത്തെ വാങ്ങിയ വെച്ചാൽ ജനുവരി മാസം റിട്ടേൺ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 18,000 രൂപയും GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവും അല്ലെ? ഫുൾ എമൗണ്ട് ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ആക്ച്വലി ഈ 18,000 എന്ന് പറയുന്നത് 5 ഇയേഴ്സിന്റെ നമ്മൾ യൂസ്ഫുൾ ലൈഫ് ഉള്ളത് കൊണ്ട്, നമ്മൾ 5 കൊല്ലം ഇത് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് മൊത്തം ക്ലെയിം ചെയ്തതാണ് ആണല്ലോ. ഈ 18,000 5 കൊല്ലത്തേക്കുള്ള എമൗണ്ട് അല്ലേ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ലൈഫ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഈ 18,000 രൂപ 5 കൊല്ലത്തേക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ഞാനിത് എത്ര സമയം ഉപയോഗിച്ചു? ഫോർ എക്സാമ്പിൾ, ഞാൻ 4 ക്വാർട്ടർ വിചാരിച്ചോ, 4 ക്വാർട്ടർ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ 18,000 മൈനസ് എത്രയാണ്? 5% ഒരു ക്വാർട്ടറിന്. അപ്പൊ 4 ക്വാർട്ടറിന് എത്ര ശതമാനമായി? എത്ര ശതമാനമായി? എത്ര ശതമാനമായിടോ? 20. അപ്പൊ 18,000-ന്റെ 20% എത്രയാ? 3,600 അല്ലേ? അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് എത്രയാ? 4 ക്വാർട്ടറാണ് നമ്മൾ അത് ഉപയോഗിച്ചത് കേട്ടോ. ഓക്കെ, 4 ക്വാർട്ടറാണ് നമ്മൾ അത് ഉപയോഗിച്ചത്. 3,600 കുറച്ച് കഴിഞ്ഞാൽ 14,400.
അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ 14,400 കിട്ടി. ഇനി ഈ 4 ക്വാർട്ടറിന്റെ എമൗണ്ട് കുറച്ച് നെറ്റ് ബാലൻസ്, ഇത്ര എമൗണ്ട് നമുക്ക് ശരിക്കും ഇന്നെലിജിബിൾ ആണ്. ഇതാണ് ശരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക. പക്ഷേ നമ്മൾ വിൽക്കുന്ന കേസ് നോക്കിക്കോട്ടോ, ഈ 1,00,000 രൂപ നമ്മളുടെ പർച്ചേസ് ആണ്, ജനുവരിയിൽ വാങ്ങി. ഇനി 4 ക്വാർട്ടറിന് ശേഷം ഞാനിത് വിൽക്കാന്ന് വിചാരിച്ചോ, ഞാനിത് വിൽക്കാണ്. ഞാൻ വിൽക്കുന്നത് 90,000 രൂപയ്ക്കാന്ന് വിചാരിച്ചോ, 90,000 രൂപയ്ക്ക്. അപ്പൊ 18% ടാക്സ് റേറ്റ് ആകുമ്പോൾ എത്രയാവും? 90,000 പ്ലസ് 18%, 9 9 18, 18 18 1,800 പോയി കഴിഞ്ഞാൽ 16,200 അല്ലേ? അല്ലടോ? ഓക്കെ, അപ്പോ 90,000 പ്ലസ് 16,200 എത്ര കിട്ടി? 1,06,200 കിട്ടി. ഇതിലെ ഈ 16,200 ആണോ നമ്മളിത് വിറ്റപ്പോ കിട്ടിയ 16,200 ആണോ, അതോ ഈ 14,400 ആണോ? വിച്ചർ ഈസ് ഹയർ? ഏതാ കൂടുതൽ? മനസ്സിലായോ? വിൽക്കുമ്പോൾ ഉള്ള ടാക്സ് ആണോ, അതോ നമ്മൾ നെറ്റ് യൂസ്ഫുൾ ലൈഫിന് മുകളിലുള്ള ടാക്സ് ആണോ? ഏതാണോ കൂടുതൽ ആ എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇതിലേതാ കൂടുതൽ? ഇതിലേതാ കൂടുതൽ? 16,200 അല്ലെ? അപ്പൊ ആ 16,200 ആണ് നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട്. 16,200 ആണ് എമൗണ്ട് പേബിൾ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാണുക. മനസ്സിലായോ? ഇനി ഇതേ കേസ് തന്നെ ഒരു 40,000 രൂപ ആയിരുന്നെങ്കിലോ വിറ്റത്? 40,000. അപ്പൊ ടോട്ടൽ എത്രയാവും? 47,200 അല്ലെ? 47,200 അല്ലേ വരാ? 7,200 GST. 7,200 GST. അപ്പൊ 7,200 ആണോ 14,400 ആണോ കൂടുതൽ? വിറ്റ വിലയാണോ അതോ നെറ്റ് ഇന്നെലിജിബിൾ ആണോ കൂടുതൽ? നെറ്റ് ഇന്നെലിജിബിൾ ക്രെഡിറ്റ് അല്ലേ? അല്ലെ? ബാലൻസ് ITC എത്രയാണോ എമൗണ്ട് നമ്മൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ള പോർഷൻ, അതല്ലേ കൂടുതൽ? അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. മനസ്സിലായോ? ഗവൺമെന്റിന് ഏതാണോ കൂടുതൽ അത് ഇങ്ങ് തന്നോളൂ, ഞാൻ തൃപ്തനാണ്. അല്ല, ഗവൺമെന്റിന് കൂടുതൽ കിട്ടണം എന്നല്ല ആഗ്രഹം, സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇനി മറ്റേ പ്രോബ്ലം നിങ്ങൾ ചെയ്യില്ലേ? റെഡി ആണോ? ആ, റെഡി. എവിടെ ബാക്കിയുള്ളവർക്ക് എവിടെ? എന്താ റെസ്പോൺസ് ഇല്ലാത്തത്? ആ, അപ്പൊ നോക്കിക്കോ, ഒരു മെഷീനറി. എടാ, ലാസ്റ്റ് ക്ലാസ് എടുത്തതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. ഓക്കെ, വിട്ടുപോണ്ട. ഏതെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ പറയാം, ഇനി പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഇനി മെഷീനറി 8 ജൂലൈയിൽ വാങ്ങി. 8 ജൂലൈയിൽ മെഷീനറി വാങ്ങി. 10 ലക്ഷം പ്ലസ് 1,80,000 GST. ഓക്കെ, ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ സാധനം 22 ഒക്ടോബറിന് വിറ്റു. 7,50,000, 1,35,000 GST. ഓക്കെ, 7,50,000, 1,35,000 GSTക്ക് വിറ്റു. അപ്പൊ ഇതിന്റെ എത്ര എമൗണ്ട് അടയ്ക്കണം എന്നൊന്ന് കണ്ടുപിടിച്ചേ നോക്കട്ടെ. ചെയ്യുന്നുണ്ടല്ലോ അല്ലെ?
നോട്ട് എടുക്കുക, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. എളുപ്പല്ലടോ, പെട്ടെന്ന് കിട്ടില്ലേ? സടപടേന്ന് പോരട്ടെ, ആൻസർ പോരട്ടെ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എത്ര ക്വാർട്ടർ ഉപയോഗിച്ചു? എത്ര ക്വാർട്ടർ ഉപയോഗിച്ചു? എത്ര ക്വാർട്ടർ ഉപയോഗിച്ചു? നോ റെസ്പോൺസ്. ആ അതെ, നമ്മള് ലെസ് 5% പെർ ക്വാർട്ടറിന് ചെയ്യുന്നില്ലേ ടോട്ടലിന്? ആ 5% എത്ര ക്വാർട്ടർ ഇത് ഉപയോഗിച്ചു എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. നേരത്തെ കേസിൽ 4 ക്വാർട്ടർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ കേസിൽ എത്ര ക്വാർട്ടർ ഉപയോഗിച്ചു? മെഷീൻ വാങ്ങിയത് 8 ജൂലൈയില്, 8 ജൂലൈ 2018, വിറ്റത് 22 ഒക്ടോബർ 2019. അപ്പൊ എത്ര ക്വാർട്ടറായി? 6 ക്വാർട്ടർ ആണ്. എങ്ങനെയാണ് അനന്തകൃഷ്ണ കിട്ടിയത്? ഓർ പാർട്ട് എന്നില്ലേ? ഓർ പാർട്ട്. GSTയുടെ കേസിൽ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു ക്വാർട്ടർ, ഏപ്രിൽ മെയ് ജൂൺ രണ്ടാമത്തെ ക്വാർട്ടർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്നാമത്തെ ക്വാർട്ടർ, ഒക്ടോബർ നവംബർ ഡിസംബർ നാലാമത്തെ ക്വാർട്ടർ അല്ലേ? അപ്പൊ 2018 ഇത് എത്ര ക്വാർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്? ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? രണ്ട് അല്ലേ? ജനുവരി ഫെബ്രുവരി മാർച്ച് ഇല്ല, ഏപ്രിൽ മെയ് ജൂൺ ഇല്ല, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഉണ്ട്, ഒരു ക്വാർട്ടറായി. ഒക്ടോബർ നവംബർ ഡിസംബർ ഉണ്ട്, 2 ക്വാർട്ടറായി. ക്ലിയർ? ഇനി 2019 ഇത് എത്ര ക്വാർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്? ജനുവരി ഫെബ്രുവരി മാർച്ച് ഉണ്ടായിരുന്നു, ഏപ്രിൽ മെയ് ജൂൺ ഉണ്ടായിരുന്നു, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഉണ്ടായിരുന്നു, ഒക്ടോബർ നവംബർ ഡിസംബറിലെ ഒരു പാർട്ട് ആണെങ്കിലും അതൊരു ക്വാർട്ടർ ആയിട്ട് എടുക്കും. അപ്പോ 22 ദിവസം ഉപയോഗിച്ചില്ലേ? അപ്പൊ ഒരു ക്വാർട്ടർ. അപ്പോ 4 ക്വാർട്ടർ ഇവിടെയും കിട്ടി. അപ്പൊ ടോട്ടൽ എത്ര ക്വാർട്ടറായി? ടോട്ടൽ എത്ര ക്വാർട്ടർ ഇത് നമ്മൾ കമ്പനിയിൽ ഉപയോഗിച്ചു? 6 ക്വാർട്ടർ. അപ്പൊ 6 ക്വാർട്ടർ കുറച്ചോ? ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളത്? ഇനി സിമ്പിൾ അല്ലേ? ക്വാർട്ടർ മനസ്സിലായില്ലേ? നോക്കിക്കോ, ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് മന്ത്സ് ഇൻ എൻ ഇയർ എൻഡിങ് വിത്ത് 31st മാർച്ച്, 30th ജൂൺ, 30th സെപ്റ്റംബർ ആൻഡ് 31st ഡിസംബർ. ഓക്കെ, അപ്പൊ 6 ക്വാർട്ടർ. 2018 2ഉം 2019 6 ക്വാർട്ടറും. ടോട്ടൽ ITC നമ്മൾ എത്ര ക്ലെയിം ചെയ്തു? ടോട്ടൽ ITC നമ്മൾ എത്ര ക്ലെയിം ചെയ്തു? Particulars. Amount. Okay. ആദ്യം A, tax on transaction value. Transaction value എത്രയാണ്? 7,50,000, 1,30,000. അപ്പൊ 1,30,000 നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് സെയിലിന്റെ എമൗണ്ട് അല്ലേ?
1,35,000. റെഡി? ഇനി നമ്മൾ ഏതാ നോക്കുക? ITC ഓൾറെഡി അവൈൽഡ് എത്രയാ? ITC നെറ്റ് ITC എങ്ങനെ കണ്ടുപിടിക്കും? ITC ഓൾറെഡി അവൈൽഡ് എത്രയാ? 1,80,000. ഓക്കെ, 1,80,000 ലെസ് 5% പെർ ക്വാർട്ടർ ഓർ പാർട്ട് അല്ലേ? അപ്പൊ എത്രയാണ്? 6 ക്വാർട്ടർ 30%. എത്രയായി? 1,80,000 ആകുമ്പോ 18, 36, 54 അല്ലേ? 54,000 അല്ലേ? 54,000 കിട്ടി. ഓക്കെ, അപ്പൊ നെറ്റ് എത്ര കിട്ടി? 1,26,000 അല്ലേ? 1,26,000. ഇനി 1,26,000 ആണോ 1,35,000 ആണോ? വിച്ച് എവർ ഈസ് ഹയർ? ഏതാ കൂടുതൽ? $1,35,000. ഇത് പേ ചെയ്യാം. ആഡ് ടു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഓക്കെ അല്ലേ? റെഡിയാണോ? ഇപ്പൊ സെറ്റ് അല്ലടോ? വിൽക്കുന്ന കേസാണ് പറഞ്ഞത്. ഓക്കെ ആണോ? എഴുതാണോ നിങ്ങള്? എവിടെ എന്തെങ്കിലും പറയടോ. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ 19. ഇപ്പൊ നമ്മൾ സെക്ഷൻ 16 പഠിച്ചു. എലിജിബിലിറ്റി, കണ്ടീഷൻസ്, ക്രൈറ്റീരിയ, ആ സാധനങ്ങൾ എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആവണം, ഇൻവാർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആവണം. 16(2) കണ്ടീഷൻസ്, ഒരാളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടാവണം, അതേപോലെ ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം, അതേപോലെ ടാക്സ് സപ്ലയർ ഗവൺമെന്റിലോട്ട് അടച്ചിരിക്കണം. പിന്നെ എന്തായിരുന്നു? 16(3) മറ്റേ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ITC കിട്ടില്ല. 16(4) എന്തായിരുന്നു? നമ്മളെ ഏത് ഇൻവോയ്സിന്റെ മുകളിൽ മാക്സിമം ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ടൈം ലിമിറ്റ് ഒന്നുകിൽ വരും കൊല്ലത്തെ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ദിവസമോ, വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, പിന്നെ ഏതായിരുന്നു? 17 പഠിച്ചു. 17(1) മറ്റേ നോൺ ബിസിനസ്സും ബിസിനസ് പർപ്പസിനും ഉപയോഗിക്കുകയാണെങ്കിൽ നോൺ ബിസിനസിന്റെ പോർഷന് നമുക്ക് ITC കിട്ടില്ല, ബിസിനസ് പോർഷന് മാത്രമാണ് നമുക്ക് ITC കിട്ടുക. അതുപോലെ 17(2) പഠിച്ചു. ബിസിനസ് പർപ്പസും എക്സംപ്റ്റും ടാക്സബിളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടാക്സബിളിന്റെ പോർഷൻ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? ITC കിട്ടാന്ന് പഠിച്ചു. പിന്നെ 17(3) നമ്മളെ മറ്റേ എക്സംപ്റ്റ് ടേൺ ഓവർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. 17(4) എന്തായിരുന്നു? 17(4) എന്തായിരുന്നടാ? 17(4) അപ്പോർഷൻമെന്റ്. അതിനു മുമ്പ് നമ്മൾ റൂൾ 42, 43 പഠിച്ചു തോന്നുന്നു അല്ലേ? റൂൾ 42, 43 അല്ലേ ആദ്യം പഠിച്ചേ? ആണല്ലോ. 17(4) എന്തായിരുന്നു? ഓർമ്മല്ല? 17(4) ബാങ്കിങ് കമ്പനിയുടെ അല്ലെ? ആ 50%ഓ അല്ലെങ്കിൽ നോർമൽ 42, 43 ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ. 17(5) നമ്മൾ എന്ത് പഠിച്ചു? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് പഠിച്ചു. മോട്ടോർ വെഹിക്കിൾ, മറ്റേ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ കുറെ കൺസ്ട്രക്ഷൻ വർക്ക്സ് കോൺട്രാക്ട്,
ഓൺ പ്രോപ്പർട്ടി ആ സാധനം, പിന്നെ എന്തായിരുന്നു, പിന്നെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് പഠിച്ചു, അതായിരുന്നു 17.5. പിന്നെ നമ്മളിപ്പോൾ 18 പഠിച്ചു. 18-ല് നമ്മൾ ഇന്നെലിജിബിൾ ആള് എലിജിബിൾ ആവുമ്പോഴും എലിജിബിൾ ആള് ഇന്നെലിജിബിൾ ആവുമ്പോഴും അവൈൽമെന്റും റിവേഴ്സലും പഠിച്ചു. അതുപോലെ തന്നെ സെയിലിന്റെ സമയത്ത് പഠിച്ചു. പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ് വിൽക്കുന്ന സമയം പഠിച്ചു. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് ഇന്നെലിജിബിൾ ആവുമ്പോൾ ബാലൻസ് നമ്പർ ഓഫ് മന്ത്സ് ഡിവൈഡ് ബൈ 60 മന്ത്സ് ഇൻറ്റു ബാലൻസ് നമ്പർ ഓഫ് മന്ത്സ് വെച്ചിട്ട് നമ്മൾ ബാലൻസ് യൂസ്ഫുൾ ലൈഫ് കണ്ടുപിടിക്കുന്നത്, അത് നമ്മൾ പഠിച്ചു. അത്രയാണ് ആകെ ITC-യിൽ മെയിൻ ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? എല്ലാവരും പഠിച്ചാൽ സിമ്പിൾ ആണ്. പഠിച്ചിരുന്നോ? എവിടെ അല്ലേ? നോക്കിണ്ടായി. ഓക്കെ. ഇനി സെക്ഷൻ 19 എന്താണ്? ജോബ് വർക്കറുടെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജോബ് വർക്കർ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര സമയത്തിനുള്ളിൽ പ്രിൻസിപ്പളിന് തിരിച്ചു കൊടുക്കണം? നിങ്ങൾ എന്റെ ജോബ് വർക്കറാന്ന് വിചാരിച്ചോ, ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പൾ, ഞാനാണ് ജോബ് വർക്കിന് സാധനം തരുന്നത്. ഓക്കെ, അങ്ങനെ ജോബ് വർക്കിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോസസ്സിങ്ങിനോ എന്തെങ്കിലും വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സാധനം തരികയാണെങ്കിൽ, ഇൻപുട്സ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾ അത് എത്ര സമയത്തിനുള്ളിൽ എനിക്ക് റിട്ടേൺ ചെയ്യണം? എത്ര സമയത്തിനുള്ളിൽ എനിക്ക് റിട്ടേൺ ചെയ്യണം? ഓർമ്മല്ലേ? പറഞ്ഞതാണല്ലോ, പറഞ്ഞല്ലേ? പറഞ്ഞതാണ്. 1 ഇയർ ആണ്. ശരിയാണ്, 1 ഇയർ. ക്യാപിറ്റൽ ഗുഡ്സ് എത്രയായിരുന്നു റിട്ടേൺ ചെയ്യേണ്ട സമയം? ജോബ് വർക്കർ 3 വർഷം. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ, ഇൻപുട്സ് ആണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ. അങ്ങനെ ചെയ്തില്ല വെച്ചാൽ എന്താ സംഭവിക്കുക? റിട്ടേൺ ചെയ്തില്ല വെച്ചാൽ ജോബ് വർക്കിന് അയച്ചാൽ ടാക്സ് അടയ്ക്കേണ്ടല്ലോ, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പോ അങ്ങനെ നമ്മൾ ജോബ് വർക്കിന് അയച്ച സാധനം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ, ഈ 1 കൊല്ലം 3 കൊല്ലത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അതെന്താണ്? ഡീംഡ് സപ്ലൈ ആണ്. എന്നാണോ ഈ സപ്ലൈ നടന്നത് അന്ന് മുതൽ അത് ടാക്സബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ വിത്ത് ഇൻട്രസ്റ്റ് നമ്മൾ ആ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ? ഇനി നോക്കുക, ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും, ക്യാപിറ്റൽ ഗുഡ്സ് എത്ര ഇടാം? 3 വർഷത്തിനുള്ളിൽ. റെഡി? ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ. എങ്ങനെ? നമ്മൾ ഒന്നുകിൽ പ്രിൻസിപ്പളുടെ സ്ഥലത്ത് നിന്ന് ഡയറക്ട്ലി അയക്കാം. ഓക്കെ, എന്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നും ഡയറക്ട്ലി നിങ്ങൾക്ക് അയക്കാം. അല്ലെങ്കിൽ ഞാൻ എന്റെ സപ്ലയർ, എനിക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളോട് എനിക്ക് പറയാം നിങ്ങൾക്ക് ഡയറക്റ്റ് തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മഞ്ജു എന്റെ സപ്ലയർ ആണെന്ന് വിചാരിക്കുക. മഞ്ജു എനിക്ക് ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും അയച്ചു തരുന്ന ആളാണെന്ന് വിചാരിക്കുക. എന്റെ സപ്ലയർ, മഞ്ജുവിന്റെ റെസിപ്പിയന്റ് ആണ് ഞാൻ. ഓക്കെ, നിങ്ങളൊക്കെ എന്റെ ജോബ് വർക്കർ, നിങ്ങളൊക്കെ എന്റെ ജോബ് വർക്കർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒന്നുകിൽ എനിക്ക് മഞ്ജുവിന്റെ കയ്യിൽ നിന്ന് സാധനം എന്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അയക്കാം, ഒരു ഓപ്ഷൻ അല്ലേ? അല്ലേടോ? വേറൊന്നും നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ബിൽ ടു ഷിഫ്റ്റിന്റെ കേസും ജോബ് വർക്കറിന്റെ കേസും അതെവിടായിരുന്നു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ തന്നെ. ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു അത് കേസ്? ബിൽ ടു ഷിഫ്റ്റ് ആണെങ്കിലും ജോബ് വർക്കർ ആണെങ്കിലും എന്താടാ? ഈ 2 കേസിലും ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ITC കിട്ടുമെന്ന് പഠിച്ചില്ലേ? കണ്ടീഷൻ പറഞ്ഞില്ലായിരുന്നോ 16 സബ്സെക്ഷൻ 2-ല്? അതിലൊന്ന് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലായിരുന്നോ? അപ്പൊ ആ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആക്ച്വൽ റെസിപ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ITC കിട്ടുമെന്ന് നമ്മൾ പഠിച്ചതാണ്. ബിൽ ടു ഷിഫ്റ്റ് മോഡലും പിന്നെന്താ ജോബ് വർക്കും.
വായിച്ചു നോക്കണം കേട്ടോ, ഇതൊക്കെ ഓർമ്മ നിൽക്കണമെങ്കിൽ. ആരാ വായിച്ചു നോക്കുന്നല്ലേ? അപ്പോ ഒന്നുകിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മഞ്ജുവിനോട് ഡയറക്ട്ലി നിങ്ങൾക്ക് അയക്കാൻ പറയാം, അല്ലെങ്കിൽ എന്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നീട് എന്ത് ചെയ്യാം, എന്റെ ജോബ് വർക്കർക്ക് അയക്കാം. രണ്ട് രീതി ചെയ്യാം. മനസ്സിലാവുണ്ടോ? ഒന്നുകിൽ ഞാൻ എന്റെ സപ്ലയറോട് ഡയറക്ട്ലി ജോബ് വർക്കർക്ക് അയക്കാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് സാധനം ഞാൻ റിസീവ് ചെയ്തിട്ട് എന്റെ ഓഫീസിൽ നിന്ന് ഡയറക്ട്ലി നിങ്ങൾക്ക് അയക്കാലോ. രണ്ട് രീതി ചെയ്തൂടെ? എടോ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യടോ. ഓക്കെ. ഇനി അപ്പൊ ഒന്നുകിൽ പ്രിൻസിപ്പളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നും ഡയറക്റ്റ് അയക്കാം, അല്ലെങ്കിൽ സപ്ലയറുടെ, എന്റെ സപ്ലയറുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നും ഡയറക്ട്ലി അയക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കേസിലും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാപിറ്റൽ ഗുഡ്സോ ഇൻപുട്ടോ തിരിച്ചയച്ചിട്ടില്ല എങ്കിൽ ഞാൻ പ്രിൻസിപ്പൾ ഡയറക്ട്ലി അയക്കുന്ന കേസ് ആണെങ്കിൽ എന്നാണോ ഞാൻ അയച്ചത്, ഓക്കെ, സപ്ലൈ ആയിട്ട് ഡീം ചെയ്യും. ഡീംഡ് സപ്ലൈ ആണ് എന്ന് ഞാൻ എന്നാണോ ഈ ഗുഡ്സ് അയച്ചത്, പ്രിൻസിപ്പളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നും അയക്കുകയാണെങ്കിൽ എന്നാണോ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്നും സാധനം അയക്കുന്നത് ആ ദിവസം. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രിൻസിപ്പൽ ഡയറക്ട്ലി, ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഡയറക്ട്ലി നിങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ എന്നാണോ അയക്കുന്നത് അത്. ഇനി സപ്ലയർ ഡയറക്റ്റ് അയക്കുകയാണെങ്കിൽ എന്നാണോ നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത്, ജോബ് വർക്കർ എന്നാണോ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ആ ദിവസം അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഡീംഡ് ആസ് സപ്ലൈ എന്ന് ഓൺ ദ ഡേറ്റ് ഓഫ് റിസീവ്ഡ് ബൈ ജോബ് വർക്കർ. ജോബ് വർക്കർക്ക് ആ ഗുഡ്സ് കിട്ടിയ ദിവസം മുതൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. ഇനി മൗൾഡ് ഡൈ ഫിക്സ്ചർ, നമ്മൾ ഈ ലോങ് ടേം യൂസുള്ള ഐറ്റംസ് ആണ്. മൗൾഡ് ഡൈ ടൂൾസ് ഒക്കെയാണ്. ടൂൾസും പിന്നെ നമ്മളെ അച്ചുകളൊക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ ചെരുപ്പിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു അച്ചുണ്ടാവും, നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുക. അത് 10 കൊല്ലം 15 കൊല്ലമൊക്കെ യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. അത്രയും ടൈം അതെന്ത് ചെയ്യും? നിൽക്കും. അപ്പൊ അങ്ങനെ മൗൾഡ് ഡൈ ഫിക്സ്ചർ ആണെങ്കിൽ ഓർ ടൂൾസ്, ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഈ പറഞ്ഞ 1 ഇയർ 3 ഇയർ ടൈം അപ്ലിക്കബിൾ അല്ല. മൗൾഡ് ഡൈ ഫിക്സ്ചർ ടൂള് ഈ 4 ഐറ്റത്തിന് എന്തല്ല, 1 ഇയർ 3 ഇയർ അപ്ലിക്കബിൾ അല്ല. അത് എത്ര സമയത്തിനാണെങ്കിലും അതിന് നമുക്ക് ITC കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ 4 സാധനമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? MCQൽ ചോദിക്കാം, മൗൾഡ് ഡൈ ഫിക്സ്ചർ, അല്ലെങ്കിൽ മൗൾഡ് തരും, മൗൾഡ് തരാം, ഡൈ തരാം, ഫിക്സ്ചർ തരാം. എന്നിട്ട് ജോബ് വർക്കർക്ക് അയച്ചു, എന്നിട്ട് ഇത് എത്ര സമയത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇത് എത്ര സമയത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ തരാം, 3 ഇയർ തരാം, നോട്ട് അപ്ലിക്കബിൾ എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് 1 ഇയറും 3 ഇയറും അല്ല, മറ്റേത് എടുക്കാം. ഓക്കെ, ക്ലിയർ? ഇനി പ്രിൻസിപ്പൾ എന്ത് ചെയ്യണം? ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം. ഏതില്? ഏതിലാ? ഫോം GST ITC 04 25-ാം തീയതി. ഓക്കെ, എല്ലാ ക്വാർട്ടറും കഴിഞ്ഞിട്ട് അടുത്ത മാസം 25-ാം തീയതി എന്ത് ചെയ്യണം? ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം പ്രിൻസിപ്പൾ. ഓക്കെ, GST ITC 04 അത്രേ ഉള്ളൂ. അത് നമ്മുടെ ടെസ്റ്റിൽ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ, ഈ ജോബ് വർക്കർക്ക് സാധനം അയച്ച പ്രിൻസിപ്പൾ എന്ത് ചെയ്യണം? ഈ ഡീറ്റെയിൽസ് ഒക്കെ GSTR 4-ല്, GST ITC 4-ല് 25-ാം തീയതി എല്ലാ ക്വാർട്ടറും കഴിഞ്ഞ് അടുത്ത 25-ാം തീയതി ഉള്ളിൽ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഈ 1 ഇയർ 3 ഇയർ മറക്കണ്ട, മൗൾഡ് ഡൈ ഫിക്സ്ചർ ടൂൾസ് മറക്കണ്ട. ഓക്കെ, അതിന് ഇത് അപ്ലിക്കബിൾ അല്ല. 1 ഇയർ 3 ഇയർ അപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള കേസിൽ ഇൻപുട്ട് ആണെങ്കിൽ 1 ഇയർ, ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 ഇയർ. ഉറപ്പിച്ചല്ലോ? മുന്നോട്ട് പോകാലോ? ഓക്കെ. ഇനി എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? എന്താണ്?
ആദ്യം ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇപ്പോ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഓൺലൈൻ ക്ലാസ് അല്ല, നോർമൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ? കുഴപ്പമില്ല, പറയാം, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു മാർക്ക് എന്ന കമ്പനിയാന്ന് വിചാരിച്ചു. ചെരുപ്പിന്റെ കമ്പനി അല്ലേ മാർക്ക്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ മാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയാന്ന് വിചാരിച്ചു. ഞാൻ സർവീസ് റിസീവ് ചെയ്യുന്ന ആളാണ്. എന്റെ സർവീസ് എന്റെ പല പല യൂണിറ്റ്, പല പല സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ എന്റെ സ്റ്റേറ്റിലുള്ള എല്ലാ പല പല യൂണിറ്റിലേക്ക് എന്റെ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ചെരുപ്പിലൊക്കെ ബാറ്റ്മാന്റെയും മറ്റേ സൂപ്പർമാന്റെ ഒക്കെ ഇത് കണ്ടിട്ടില്ലേ? എംബ്ലം കണ്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികളുടെ ആ, അത് വെറുതെ അങ്ങ് വെച്ചാൽ മതിയോ? വെറുതെ അങ്ങ് വെക്കാൻ പറ്റുമോ? ഇതിനൊക്കെ റോയൽറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റന്റ് റോയൽറ്റി എന്നൊക്കെ പറയില്ലേ? അല്ല, ഒട്ടിക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് വയ്ക്കണമെങ്കിൽ ഇതിനൊക്കെ എന്തുണ്ട്? പാറ്റന്റ് റോയൽറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്നി, ബാറ്റ്മാൻ ഡിസ്നി അല്ലേ, പിന്നെ വാർണർ ബ്രോസ്, അങ്ങനെ കുറെ ഡിസ്നി, വാർണർ ബ്രോസ്, അങ്ങനെ ഓരോ പല പല എന്താ പറയാ കമ്പനികളുടെ കയ്യിലാണ് ഇതിനുള്ള അധികാരമുള്ളത്. ഈ റോയൽറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് ഇവർക്കാണ്. അപ്പൊ ആ റോയൽറ്റി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ എംബ്ലംസ് നമ്മളുടെ ഡ്രസ്സിലായിക്കോട്ടെ ചെരുപ്പിലായിക്കോട്ടെ എന്തിലും ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാത്ത പക്ഷം അത് കേസ് കൊടുക്കാവുന്നതായിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണ്? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? റോയൽറ്റി വാങ്ങുന്നു. ആരുടെ കയ്യിൽ നിന്ന്? ഫോർ എക്സാമ്പിൾ ഞാൻ വാർണർ ബ്രോസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്നിയുടെ കയ്യിൽ നിന്ന് ഞാൻ റോയൽറ്റി വാങ്ങി എന്ന് വിചാരിച്ചു. ഈ റോയൽറ്റി ഞാൻ വാങ്ങുന്നത് ഇപ്പോ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു പാനൽ ഉണ്ടാവുള്ളൂ, ഒരു പേഴ്സണിന് ഒരു പാനൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ എന്റെ പാനല് എനിക്ക് കേരളത്തിലും രജിസ്റ്റർ ചെയ്യാം. പല പല പെന്നോ, പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ കാർഡ് കേട്ടിട്ടില്ലേ? പാൻ കാർഡ്. ആ, കാർഡൊന്നും കൂടി പറയണം അല്ലെ? പാൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ കാർഡ് എന്ന് പറയാത്തത് തെറ്റാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു പാൻ കാർഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു പാൻ കാർഡേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ പാൻ കാർഡിൽ തന്നെ കേരളത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടാവാം, തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ ഉണ്ടാവാം, കർണാടകയിൽ രജിസ്ട്രേഷൻ ഉണ്ടാവാം, ഡൽഹിയിൽ രജിസ്ട്രേഷൻ ഉണ്ടാവാം, എല്ലായിടത്തും രജിസ്ട്രേഷൻ ഉണ്ടാവാം. ഓക്കെ, ഒരേ പാനിൽ തന്നെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവും. ഓരോരോ സംസ്ഥാനങ്ങളിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാലോ. അപ്പൊ ഞാൻ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്റെ തന്നെ ഓരോരോ യൂണിറ്റ് പല പല സ്റ്റേറ്റിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ സ്റ്റേറ്റിലൊക്കെ ഞാൻ ഈ റോയൽറ്റി ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിലൊക്കെ ഞാൻ ഈ ചെരുപ്പ് വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതില് അതാത് പോർഷനുള്ള ഇപ്പോ എവിടേക്കാണോ ഈ ചെരുപ്പ് വിൽക്കുന്നത് അവർക്കൊക്കെ അവരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ITC കിട്ടണ്ടേ? ഇപ്പൊ ഞാൻ മൊത്തം വാർണർ ബ്രോസിന്റെ കയ്യിൽ നിന്ന് റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപയുടെ റോയൽറ്റി ഇങ്ങ് വാങ്ങുകയെന്ന് വിചാരിക്കാം. 1 കോടി രൂപയുടെ റോയൽറ്റി ഇങ്ങ് വാങ്ങുകയെന്ന് വിചാരിക്കാം. ക്ലിയർ? 1 കോടി രൂപയുടെ റോയൽറ്റി ഇങ്ങ് വാങ്ങുകയെന്ന് വിചാരിക്കാം. ഈ സാധനം മൊത്തത്തിൽ ഒരൊറ്റ സർവീസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യും. ഇനി ഇത് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകണം. ഇപ്പൊ കേരളത്തിൽ ഒരു 50 ലക്ഷം രൂപയുടെ സാധനം വിറ്റു, കർണാടകയിൽ 10 ലക്ഷത്തിന് വിറ്റു, തമിഴ്നാട്ടിൽ 20 ലക്ഷത്തിന് വിറ്റു. അപ്പൊ അത് ഓരോരുത്തർക്കും എത്രയാണോ അവരുടെ പോർഷൻ അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാൻ വേണ്ടി സെപ്പറേറ്റ്ലി രജിസ്റ്റർ ചെയ്യുന്ന ഒരു ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇയാളുടെ പണി എന്താണ്? സെക്ഷൻ 31 പ്രകാരം സർവീസ്, ഇപ്പൊ ഞാനാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിചാരിക്കാം.
കേരളത്തിൽ തന്നെ എനിക്ക് വേറെ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം റോയൽറ്റി വാങ്ങുന്നു, എന്നിട്ട് അതാത് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നു. ഓക്കെ, അപ്പോ ഞാനാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിചാരിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങളാണ് എന്ത്? ഡിസ്നി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് സെക്ഷൻ 31 പ്രകാരം ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്യും? ഒരു മൊത്തം ഒറ്റ ഇൻവോയ്സ് ആയിട്ട് ഞാൻ എൻ്റെ മൊത്തം എമൗണ്ട് ഞാൻ ഇങ്ങനെ സ്വീകരിക്കും. ഓക്കെ, അപ്പൊ അതിലൊരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവില്ലേ? എത്രയാണോ ടാക്സ് അതിൽ ഉണ്ടാവില്ലേ? 1 കോടിക്ക് ഒരു 18% ആണെങ്കിൽ ഒരു എത്ര ഉണ്ടാവും? 1 കോടി 18 ലക്ഷം ഉണ്ടാവും. അതിൽ ഈ 18 ലക്ഷം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലേ? അല്ലേ? അപ്പൊ ഈ സാധനം എനിക്ക് എൻ്റെ അതാത് എന്ത് ചെയ്യണം? ഓരോരോ ടേൺ ഓവറിനനുസരിച്ച് ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് നൽകണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഞാനൊരു കമ്പനി ആണെങ്കിൽ, ഞാനൊരു ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ, എൻ്റെ പല പല രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു രജിസ്ട്രേഷൻ എടുക്കണം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, മറക്കാതിരിക്കുക. രജിസ്ട്രേഷന്റെ ആവശ്യമുള്ളതാണ്. കമ്പൽസറി രജിസ്ട്രേഷൻ ആര് ചെയ്യണം? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണം. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം സെക്ഷൻ 31 പ്രകാരം ഇൻവോയ്സ് റിസീവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് എന്ത് ചെയ്യണം? ഇത് അതാത് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാ, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഓക്കെ, ഒരു മിനിറ്റ്. കളർ ബ്ലൂ ആയിക്കോട്ടെ അല്ലെ? അപ്പൊ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? നമ്മൾ അതാത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് സർവീസസിന്റെ മുകളിൽ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ, അപ്പോ ഇൻപുട്ട് സർവീസിന്റെ മുകളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ സർവീസിന്റെ മുകളിൽ സർവീസ്, ഓക്കെ, സർവീസിന്റെ മുകളിൽ ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ITC എന്ത് ചെയ്യും? CGST, SGST, UTGST, IGST ഒക്കെ എന്ത് ചെയ്യും? ISD ഇൻവോയ്സ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഇൻവോയ്സ്, ISD ഇൻവോയ്സ് എന്ന് പറയാം. ISD ഇൻവോയ്സ് സെയിം പാനിലുള്ള വേറെ വേറെ ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകും. ഓക്കെ ആണല്ലോ? സത്യോ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആരാന്ന് കത്തിയ? എല്ലാരും ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നോക്കുക. ഇനി എന്താ പറഞ്ഞ? ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കോട്ടോ, ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഓഫീസാണ്. ഗുഡ്സും സർവീസും അല്ലെങ്കിൽ രണ്ടും ചെയ്യുന്ന ഒരാളുടെ ഓഫീസാണ്. ഒരു ഓഫീസ്, ഓക്കെ, ഒരു ഓഫീസ്. എന്താണ് അവർ ചെയ്യുന്നത്? ഇപ്പൊ എന്റെ തന്നെ ഒരു ഓഫീസാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്താണ് ഇയാളുടെ പരിപാടി? റിസീവ് ചെയ്യും. എന്ത്? ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യും. എന്തിന്? ടുവേർഡ്സ് റെസിപ്റ്റ് ഓഫ് ഇൻപുട്ട് സർവീസ്. സർവീസ് റിസീവ് ചെയ്തതിന് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആ 1 കോടിയുടെ മൊത്തം ഇൻവോയ്സ് ഞാൻ എന്ത് ചെയ്യും? എന്റെ പേരിൽ റിസീവ് ചെയ്യും. ഇനി ഈ ക്രെഡിറ്റ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകും. ആർക്ക്? ടു എ സപ്ലയർ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഹാവിംഗ് സെയിം പാൻ. ഈ സെയിം പാനുള്ള മറ്റ് ആൾക്കാർക്ക്, മറ്റ് യൂണിറ്റിന് ഇതെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകും. അപ്പൊ ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് എടുത്തു. കേരളത്തിൽ എൻ്റെ ഒരു എന്താ പറയാ ഗുഡ്സും സർവീസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുണ്ട്. തമിഴ്നാട്ടിൽ ഒരാളുണ്ട്, കർണാടകയിൽ ഒരാളുണ്ട്, ഡൽഹിയിൽ ഒരാളുണ്ട്, ലക്ഷദ്വീപിൽ ഒരാളുണ്ട്, എല്ലായിടത്തും ആളുണ്ട് വിചാരിക്കാം. ഇത് അതാത് ആൾക്കാർക്ക് എന്ത് ചെയ്യും? സെപ്പറേറ്റ്ലി വീതിച്ച് നൽകും. ഇതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ പണി. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്?
ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം 24. ഓർമ്മണ്ട 22 നമ്മൾ പഠിച്ചപ്പോൾ പറയുന്നു കമ്പൽസറി 24 ആണെന്ന്. ഓക്കെ, അപ്പോ കമ്പൽസറി രജിസ്ട്രേഷൻ ഒരു 24. ഇത് ആലോചിക്കാം, കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരാൾ എന്താ ISD ആണ്. ഓക്കെ, ഇനി ITC എന്ത് ചെയ്യണം? മാസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളണം. ഓക്കെ, ഈ മാസം തന്നെ, ഈ മാസം ഞാൻ 1 കോടിയുടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം തന്നെ എന്ത് ചെയ്തിരിക്കണം? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അല്ലാതെ പിന്നേക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് ലാപ്സ് ആയി പോകും. ഒരു പ്രോബ്ലം ഉണ്ടായി ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഒരു എൻറ്റിറ്റിക്ക് ഒന്നിലധികം ISD രജിസ്ട്രേഷൻ വേണമെങ്കിൽ എടുക്കാം. സെപ്പറേറ്റ് ഡിവിഷൻ, ഓരോ ഡിവിഷന് വേണമെങ്കിൽ സെപ്പറേറ്റ് ISD രജിസ്ട്രേഷൻ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി എന്താ? റിട്ടേൺ GSTR 6 13-ാം തീയതി. ഓക്കെ, റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇവരുടെ റിട്ടേൺ എന്താ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ GSTR 6. ഓക്കെ, ഇത് 13-ാം തീയതിയാണ് ചെയ്യാം. എല്ലാ മാസവും 13-ാം തീയതി. ഓക്കെ ആണോ? എല്ലാ മാസവും കഴിഞ്ഞിട്ട് അടുത്ത മാസം 13-ാം തീയതി. ഇനി ആനുവൽ റിട്ടേൺ ഇവർ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. നോ നീഡ്. ഓക്കെ, നോ നീഡ് ടു ഫയൽ ആനുവൽ റിട്ടേൺ. എന്തിനു വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്യുന്നതാ? ഓൺലി ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇനി ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഷാൾ നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് അവൈലബിൾ ഫോർ രജിസ്ട്രേഷൻ. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം 1 കോടി ഉണ്ടെന്ന് വിചാരിക്കാം. കേൾക്കുന്നുണ്ടല്ലോ? 1 കോടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ടേൺ ഓവർ ബേസിൽ നമ്മൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ? അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 1 കോടിയുടെ മുകളിൽ പോകാൻ പാടില്ല എന്ന്. 50 ലക്ഷം, 20 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷമായ 1 കോടി 10 ലക്ഷമായി. അപ്പൊ അങ്ങനെ 1 കോടിയുടെ മുകളിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കണം. അപ്പോ ഇത്രയും എമൗണ്ട് അവൈലബിൾ ആയതിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി എക്സസ് ഡിസ്ട്രിബ്യൂട്ടഡ് ITC ക്യാൻ ബി റിക്കവേർഡ്. ഞാൻ അധികമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയുടെ അധികം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് അത് വേണമെങ്കിൽ റിക്കവർ ചെയ്യാം. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് ISD ഉള്ളത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം, ഇത് നോക്കണ്ട. ഞാനേ ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നിങ്ങളിപ്പോ വർഷ കേരളയില്, ഗിൽഷ തമിഴ്നാട്, അനന്ത് കർണാടക, സോമിത്ത് എവിടെ കൊണ്ട് ഉത്തർപ്രദേശ്, അങ്ങനെ പോയി എന്ന് വിചാരിച്ചോ. എല്ലാവരും ഓരോരോ സ്ഥലത്താ. അപ്പൊ ഞാൻ ഈ റോയൽറ്റി റിസീവ് ചെയ്യുന്നത് സോമിത്തിന് മാത്രം വേണ്ടിയാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് സോമിത്തിന് മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോയൽറ്റി റിസീവ് ചെയ്ത് വിചാരിക്കാം. അപ്പൊ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞാനെങ്കിൽ ഈ സാധനം എല്ലാവർക്കും വീതിച്ച് നൽകണം. ഈ സാധനം ആകെ സോമിത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വെച്ചാൽ എല്ലാവർക്കും വീതിച്ച് നൽകണോ? എല്ലാവർക്കും വീതിച്ച് നൽകണോ? ഇല്ലല്ലോ, ഇത് മൊത്തമായിട്ടും സോമിത്താണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മൊത്തം സോമിത്തിന് കൊടുക്കും. ഇനി ഞാൻ വാങ്ങുന്നത് സോമിത്തിനും വർഷയ്ക്കും വേണ്ടിയിട്ടാന്ന് വിചാരിക്കാം. ഓക്കെ, ഇവര് രണ്ടുപേരും മാത്രമേ ഈ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഈ സർവീസ് ഉപയോഗിക്കുന്നുള്ളൂ. ഈ സർവീസ് കൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ റോയൽറ്റി വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ? വേണ്ടല്ലോ. അപ്പൊ ആ 2 പേർക്ക് അവരുടെ ടേൺ ഓവർ പ്രൊപ്പോർഷനിൽ വിധിച്ചാ പോരെ? അങ്ങനെ. ഇനി ഞാൻ പറഞ്ഞ പോലെ മഞ്ജു, ആര്യ, സോമിത്ത്, അനന്തു, ഗിൽഷ എല്ലാവരും ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റോയൽറ്റി വാങ്ങുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ,
എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ റോയൽറ്റി വാങ്ങുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം അല്ലെ? ഈ പറഞ്ഞതൊക്കെ ഒറ്റ യൂണിറ്റ് ആട്ടാ, ഒരൊറ്റ പാനാണ്. ഞാൻ പേര് പറഞ്ഞെന്നുള്ളൂ, എന്റെ തന്നെ യൂണിറ്റുകളാണ്. ഓക്കെ, ഒരൊറ്റ പാനിലുള്ള സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും കൊടുക്കണം അല്ലെ? അതാണ് ISD. ഇനി നോക്കിക്കോ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെ അല്ലേ, നോക്കിക്കോ. ഒരു യൂണിറ്റ് മാനർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻപുട്ട് സർവീസ് ആട്രിബ്യൂട്ടബിൾ ടു ഒരു യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റിന്, രണ്ടോ അതിൽ കൂടുതലോ യൂണിറ്റ് ആണെങ്കിൽ ആ രണ്ടോ അതിൽ കൂടുതലിനോ അവരുടെ ടേൺ ഓവർ റേഷ്യോയില്. ഇനി എല്ലാ യൂണിറ്റിനും ആണെങ്കിൽ എല്ലാ യൂണിറ്റിനും അവരുടെ ടേൺ ഓവർ റേഷ്യോയില്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ ഇക്വേഷൻ ആലോചിച്ച് വെക്കുക. എന്താണ്? ക്രെഡിറ്റ് എത്രയാണോ അവൈലബിൾ ഇൻറ്റു, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് ആണെങ്കിൽ സോമിത്ത് എന്റെ ഒരു യൂണിറ്റ് ആണ്, എന്റെ പാനലിലുള്ള സെപ്പറേറ്റ് രജിസ്ട്രേഷൻസ് ആണ് പലതും. ഓക്കെ, എന്റെ യൂണിറ്റ് ആണ്. അതേപോലെ മഞ്ജു വേറെ യൂണിറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഓരോ യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ മാത്രം നോക്കുമ്പോൾ ഈ T1 എന്ന് പറയുന്നത് സോമിത്ത് ആയിക്കോട്ടെ, അതാത് യൂണിറ്റിന്റെ ടേൺ ഓവർ. T എന്ന് പറയുന്നത് ടോട്ടൽ ടേൺ ഓവർ. ഇങ്ങനെയല്ലേ നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യാം. ഇതിലിപ്പോ എന്താ സംശയമുള്ളത്? ഇത് അവര് കുറച്ച് ഇക്വേഷൻ ഒക്കെ ആയിട്ട് പറഞ്ഞു. നമുക്കിത് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമല്ലേ? അത്രേ ഉള്ളൂ. C എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ, T1 എന്ന് പറഞ്ഞാൽ റെസിപ്പിയന്റിന്റെ ടേൺ ഓവർ, T എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടേൺ ഓവർ. സെറ്റ്. ഇനി ടേൺ ഓവർ ഓഫ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടർ എന്ത് ചെയ്യണം? ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഏതാണോ അവൈലബിൾ, അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, ഓക്കെ, ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി എന്ത് ചെയ്യണം? ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഒന്നുകിൽ പ്രീവിയസ് ഇയറിന്റെ ടേൺ ഓവർ ആയിരിക്കും നമ്മൾ ബേസ്, അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിന്റെ ആവും തന്നത്. ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത്, ടേൺ ഓവർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ടേൺ ഓവർ, ലാസ്റ്റ് ക്വാർട്ടർ ആണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടർ, ഏതാണോ തന്നിട്ടുള്ളത് ആ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യാം? ഇത് വീതിക്കാം. ഈ T1/T എന്ന് പറഞ്ഞില്ലേ, ഈ T1ന്റെയും Tയുടെയും കാര്യമാണ് പറഞ്ഞത്. ഒന്നുകിൽ ലാസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, എന്താണോ അവൈലബിൾ അതിനനുസരിച്ച്. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ അവൈലബിൾ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ക്വാർട്ടർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ക്രെഡിറ്റ് ഓഫ് CGST, IGST, SGST എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതും ഞാൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോ ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാന് ക്രെഡിറ്റ് റിസീവ് ചെയ്തത്, ഐ മീൻ എന്റെ ഇൻവോയ്സിൽ എനിക്ക് കിട്ടിയത് CGST, SGST ആയിട്ടാണെന്ന് വിചാരിക്കാം. CGST, SGST ആയിട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ കേരളയാണല്ലോ, ഞാൻ കേരളയിലുള്ള ആൾക്ക് തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? എന്ത് പേരിലായിരിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ടോട്ടൽ ഞാൻ പറഞ്ഞുതരാം. CGST എന്റെ ഇൻവോയ്സ് ആട്ടോ, ഇൻവോയ്സ് റിസീവ്ഡ്. ഓക്കെ, ISD ഇൻവോയ്സ് അല്ല, ഞാനാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്റെ ഇൻവോയ്സിൽ 10,000 രൂപ എന്ത് ചെയ്തു? CGST ഉണ്ട്, SGST 10,000 രൂപയാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് കേരളയിലുള്ള ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുമ്പോൾ, കേരളയിലുള്ള ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുമ്പോൾ ഏത് പേരിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരിക? ഏത് പേരിലായിരിക്കും? CGST, SGST അല്ലേ? ആണല്ലോ. തമിഴ്നാടുള്ള ഒരാൾക്കാണെങ്കിലോ? തമിഴ്നാട്ടിലുള്ള ഒരാൾക്കാണെങ്കിലോ? IGST അല്ലെ? അവിടെ ബാക്കിയുള്ളവരെന്തൊന്നും ഉണ്ടാത്തെ? ആണല്ലോ. ഇനി
ഈ പറഞ്ഞ ഇൻവോയ്സ്, എനിക്കിപ്പോ കിട്ടിയ ഇൻവോയ്സ് IGST ആണെന്ന് വിചാരിച്ചു. IGST ആണെങ്കിൽ കേരളത്തിലേക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? IGST ആയിട്ട് തന്നെ അല്ലേ? അല്ലേ? IGST ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പുറത്തേക്കാണെങ്കിലും തമിഴ്നാട്ടിലേക്കാണെങ്കിലും IGST ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അതാണ് ഇതിലും കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അത് നോക്കിയേ, കാണിച്ചു തരാം. CGST എന്തായിട്ട് ചെയ്യും? ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ CGST എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? CGST ആയിട്ട് അല്ലെ? ഇന്റർസ്റ്റേറ്റ് ആണെങ്കിൽ IGST ആയിട്ട്. IGST ആയിട്ട് തന്നെ. ഇന്റർ ആണെങ്കിലും ഇന്റർ ആണെങ്കിലും. SGST ഇന്റർ ആണെങ്കിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? കേരളത്തിലുള്ള ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്ര, പുറത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ IGST. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക്, ഞാനിപ്പോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ 1,18,00,000 രൂപ നമ്മൾ ടോട്ടൽ, അതിൽ 18 ലക്ഷം രൂപ എന്തുണ്ടായിരുന്നു? GST ഉണ്ടായിരുന്നില്ലേ? ഇനി എനിക്കൊരു ക്രെഡിറ്റ് നോട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ക്രെഡിറ്റ് നോട്ട് എന്താ ചെയ്യാ? വാല്യൂ കൂട്ടുകയോ കുറയ്ക്കോ? വലിയ എമൗണ്ട് ഒന്നും വേണ്ട. നിങ്ങൾ എനിക്കൊരു 100 രൂപയുടെ ഇൻവോയ്സ് തന്നു. നിങ്ങൾ ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? വാല്യൂ കൂട്ടാനാണോ വാല്യൂ കുറയ്ക്കാനാണോ? ഡിസ്കൗണ്ടിനാണോ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? അതോ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണോ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? വാല്യൂ സപ്ലൈയിൽ നമ്മൾ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? അതിൽ ഡിസ്കൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അവിടെ ഡോക്യുമെന്റ് ഉപയോഗിച്ചിരുന്നത്? കുറയ്ക്കാൻ അല്ലെ? ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ കൂട്ടാൻ. ഓക്കെ, അത് നമുക്ക് ടാക്സ് ഇൻവോയ്സിൽ പഠിക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു സാധനം നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ കുറയ്ക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഡിസ്കൗണ്ടിന്റെ കേസിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പഠിക്കുക. ഇനി വാല്യൂ കൂട്ടാനാണെങ്കിൽ അവിടെ ഡെബിറ്റ് നോട്ട്. അപ്പൊ അങ്ങനെ ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ISD എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? നമ്മൾ ഓൾറെഡി ചെയ്ത ആ പ്രൊപ്പോർഷനിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വാല്യൂ കുറയാണെങ്കിലും കൂടുകയാണെങ്കിലും നമ്മൾ ഓൾറെഡി ഒരു ടേൺ ഓവർ ബേസ് എടുത്തിട്ടില്ലേ, അല്ലാതെ വേറെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അന്നൊരു ക്വാർട്ടറിന്റെ എടുത്തു, പിന്നെ ഈ ഡിസ്കൗണ്ട് വേറെ എന്താ പറയുക വേറെ സമയത്താണ് കിട്ടുന്നതെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആദ്യം ഏത് റേഷ്യോയിലാണോ ചെയ്തത് അതേ റേഷ്യോയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ISD എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റോ ഡെബിറ്റ് നോട്ടോ റിസീവ് ചെയ്യുന്നു ഒറിജിനൽ ഇൻവോയ്സിന്. അങ്ങനെയാണെങ്കിൽ ISD എന്ത് ചെയ്യണം? സെയിം ഒറിജിനൽ റേഷ്യോ, ആദ്യം ഇഷ്യൂ ചെയ്ത റേഷ്യോയിൽ തന്നെ ഈ ഡെബിറ്റിന്റെ വാല്യൂ ആണെങ്കിലും ക്രെഡിറ്റിന്റെ വാല്യൂ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളണം. കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും സെയിം റേഷ്യോയിൽ ചെയ്യണം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ, ഞാൻ പിന്നെയും പറയാണ്. ഓക്കെ, ഇനി റെസിപ്പിയന്റ് യൂണിറ്റ്, ഒരാൾക്ക് എക്സസ് ക്രെഡിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എക്സസ് എമൗണ്ട് എന്ത് ചെയ്യാം? സ്വമേധയാ വിത്ത് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ഇയാൾക്ക് GST DRC 03 ഈ പറഞ്ഞ എമൗണ്ട് ഇപ്പൊ 10 ലക്ഷമാണ് എനിക്ക് ആക്ച്വലി കിട്ടാനുള്ളത്. ആക്ച്വലി 10 ലക്ഷമാണ്, എനിക്ക് 12 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപ വിത്ത് ഇൻട്രസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ എമൗണ്ട് വളണ്ടറിലി അടയ്ക്കാം. ഓക്കെ, ഇനി
എക്സസ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സസ് ക്രെഡിറ്റ് ISD ശരിക്കും 10 കോടിയാണ് കൊടുക്കാനുണ്ടെങ്കിൽ 10 കോടിയെ കൊടുക്കാൻ പാടുള്ളൂ, അതിന് മുകളിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് അപ്ലിക്കബിൾ ആണ്? സെക്ഷൻ 73, 74 പ്രകാരം പെനാൾട്ടി അപ്ലിക്കബിൾ ആണ്. ഓക്കെ, പെനാൾട്ടി അപ്ലിക്കബിൾ ആണ്. ആൻഡ് ഫർദർ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വിൽ ബി ലയബിൾ ടു ജനറൽ പെനാൾട്ടി അണ്ടർ സെക്ഷൻ 122(1)(5) 122(1)(9. അപ്പോ 73, 74, 122 പ്രകാരമുള്ള പെനാൾട്ടി എല്ലാം എന്ത് ചെയ്യും? അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, 73 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിലേയുടെ മുകളിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് എന്താ പറയുക പെനാൾട്ടി അടയ്ക്കണം, അങ്ങനത്തെ കേസാണ്. 122 എന്ന് പറയുന്നത് 10,000 ഓർ ആക്ച്വൽ ടാക്സ് എമൗണ്ട് അടയ്ക്കണം എന്ന് പറയുന്ന കേസൊക്കെയാണ്. നമുക്കിപ്പോൾ പഠിക്കാനില്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഇത്രയും പഠിച്ചാൽ 73, 74, 122 സെക്ഷൻസിലെ പെനാൾട്ടി അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞാനെന്ന് വിചാരിക്കാം. ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻവോയ്സ് എങ്ങനെ ഇഷ്യൂ ചെയ്യണം? റൂൾ 54(1) പറഞ്ഞ പ്രകാരം ഇഷ്യൂ ചെയ്യണം. അതിൽ എന്തൊക്കെ വേണം? എന്തൊക്കെ വേണ്ടി വരും? എന്റെയും റെസിപ്പിയന്റിന്റെയും GST നമ്പർ വേണ്ടി വരും, വേണ്ടേ? പിന്നെ സീരിയൽ നമ്പർ, ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ട, ഡേറ്റ്, എമൗണ്ട് ഓഫ് ITC, സിഗ്നേച്ചർ, ഇത്രയും സാധനം നിർബന്ധമാണ്. ഓക്കെ, നെയിം, അഡ്രസ്, GST, സീരിയൽ നമ്പർ, ഡേറ്റ്, എമൗണ്ട് ഓഫ് ITC, സിഗ്നേച്ചർ. ഓക്കെ ആണോ? റെഡി ആണല്ലോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. നമ്മുടെ ടെസ്റ്റിൽ ഇത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. എന്താ ക്വസ്റ്റ്യൻ? സരണി വീവേഴ്സ് അറ്റ് പൂനെ, മഹാരാഷ്ട്രയിലുള്ള രജിസ്റ്റേർഡ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ആൻഡ് ഇന്റൻസ് ടു ഡിസ്ട്രിബ്യൂട്ട് ITC ഫോർ ദ മന്ത് ഓഫ് മാർച്ച്. മാർച്ചിലേക്കുള്ള ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. തീരുമാനിച്ചു. ദ ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് അവൈലബിൾ ഫോർ സച്ച് ഡിസ്ട്രിബ്യൂഷൻ. താഴെ പറഞ്ഞതാണ് ഡീറ്റെയിൽസ്. എന്താണ്? രാജസ്ഥാനിലുള്ള ഒരു ബ്രാഞ്ച് 10 ലക്ഷമാണ് ടേൺ ഓവർ. ഓക്കെ, അവർക്ക് മാത്രമായിട്ടുള്ള ITC തന്നിട്ടുണ്ട് 12,000, 3,000, 3,000. ഓക്കെ, മധുഗുരി, കർണാടക 5 ലക്ഷമാണ് ടേൺ ഓവർ. ഓക്കെ, അവർക്ക് മാത്രമായിട്ട് ഒന്നുമില്ല. UP 15 ലക്ഷം, അവർക്ക് മാത്രമായിട്ട് ഒന്നുമില്ല. MH, ISD എവിടെ ആയിരുന്നടാ? ISD എവിടെ ആയിരുന്നു? ISD എവിടെ ആയിരുന്നു? ക്വസ്റ്റ്യനില് MH അല്ലേ? അപ്പോ MHലുള്ള മുംബൈ ബ്രാഞ്ചില് ടേൺ ഓവർ 20 ലക്ഷം. IGST അവിടേക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കേട്ടോ. 1,50,000 ഉണ്ട്, CGST 15,000, SGST 15,000. ITC available on input service used commonly by all branches is as under. 60,000 എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 60,000, 60,000, 20,000. ഓക്കെ, ഇനി IGST 10,000 മാർച്ച്, ലാസ്റ്റ് ഇയർ മാർച്ചത്തെ നമ്മൾ എന്ത് ചെയ്തില്ല? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ സാധനം ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? 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 മന്ത്ലി ബേസിസിൽ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ലാസ്റ്റ് ഇയർ മാർച്ചത്തെ ചെയ്യാത്തത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറ്റില്ല.
പറ്റില്ല. ഓക്കെ, നമ്മൾ മാസാമാസം ചെയ്തോളണം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ISD-MH ആണ് അല്ലെ? ISD-MH ആണ്. MH ഇൻവോയ്സ് ഒക്കെ എന്ത് ചെയ്തു? റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോ MHന്റെ കയ്യിൽ ഈ 60,000 ഒന്ന് 20,000 അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം സ്പെസിഫിക്കലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ? അതില് രാജസ്ഥാനിലേക്ക് IGST ഉണ്ട്. ഇത് എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ISD എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഏത് GST ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? IGST അല്ലെ? IGST. ഇനി രാജസ്ഥാൻ ബ്രാഞ്ചിന് സ്പെസിഫിക്കലി അപ്ലിക്കബിൾ ആയിട്ടുള്ള CGST 3000 ഉണ്ട്. ഇതെങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? എങ്ങനെ ചെയ്യും? ഈ 3000 എങ്ങനെ ചെയ്യും? ISD-MH ആണ്, രാജസ്ഥാനിലാണ് ആള്, CGST അവർക്കുള്ളതാണ്. അപ്പൊ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഞാൻ റിസീവ് ചെയ്തത് CGST ആയിട്ടാണ്, ഞാൻ MH-ലാണ്, പക്ഷെ ഞാൻ അയക്കേണ്ടത് രാജസ്ഥാനിലോട്ടാണ്. അപ്പൊ എന്തായിട്ടാ? ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു തന്നെ, കേരളയിലുള്ള ഒരാൾ തമിഴ്നാട്ടിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു? CGST ആണെങ്കിൽ SGST CGST ആണോ അനന്തുവോ? അത് MH-ലാണെങ്കിൽ മാത്രല്ലേ? MH-ലാണെങ്കിൽ മാത്രല്ലേ? IGST മാത്രം അല്ലെ? ഇതോ SGST? അതും IGST ആയിട്ട് അല്ലെ? മനസ്സിലായോ? ഇനി ഇത് MH ആണ്, ISD-യും MH ആണ്. ഈ കേസിൽ IGST എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? IGST എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? IGST എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? എന്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? CGST SGST അല്ലേ? മഞ്ജു ശരിയാണ്. IGST ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ? IGST ഇൻട്ര ആണെങ്കിലും എന്തായിട്ട് ഇഷ്യൂ ചെയ്യാം? IGST എപ്പോഴും IGST ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, IGST എപ്പോഴും IGST ആയിട്ട് തന്നെയാണ് ഇഷ്യൂ ചെയ്യുള്ളൂ. CGST SGSTയുടെ കേസിൽ മാത്രമേ ഉള്ളൂ ഇൻട്ര ആണെങ്കിൽ എന്താണ് അത് തന്നെയായിട്ട് ഇഷ്യൂ ചെയ്യും, ഇന്റർ ആണെങ്കിൽ അത് IGST ആയിട്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇപ്പോ ISD-MH ആണ്, ISD-MH ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് MH-ലോട്ടാണ്. അങ്ങനെ ആവുമ്പോ CGST എന്തായിട്ട് ഇഷ്യൂ ചെയ്യും? CGST എന്തായിട്ട് ഇഷ്യൂ ചെയ്യും? CGST അല്ലേ? മഞ്ജുവിന് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവര് എവിടെ?
കത്തുന്നുണ്ടോ? ഒരു IGST ആണ് എൻ്റെ കയ്യിലുള്ളത് എങ്കിൽ അത് ഇന്റർ ആണെങ്കിലും ഇൻട്ര ആണെങ്കിലും ഞാൻ IGST ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. CGST ആണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻട്ര ആണെങ്കിൽ CGST ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യും. ഇന്റർ ആണെങ്കിൽ IGST ആയിട്ട് ഇഷ്യൂ ചെയ്യും. SGSTയും സെയിം. ഓക്കെ, ക്ലിയർ? അപ്പോ ഈ കേസിൽ CGST എന്തായിട്ട് ഇഷ്യൂ ചെയ്യും? CGST ആയിട്ട് ഇഷ്യൂ ചെയ്യും. SGST ആയിട്ട് ഇഷ്യൂ ചെയ്യും. ഇനി ബാലൻസ് 60,000 CGST അതെങ്ങനെ ചെയ്യും? 60,000 1 20,000 അല്ലേ? അതെങ്ങനെ ചെയ്യും? ടേൺ ഓവർ ബേസിസ്. അതെങ്ങനെയാ? ടോട്ടൽ എത്ര ഉണ്ട്? രണ്ടേ 40,000 അല്ലേ? എല്ലാവരും കൊടുക്കണം. എല്ലാ ബ്രാഞ്ചിനും അപ്ലിക്കബിൾ അല്ലേ? അപ്പൊ എങ്ങനെ പോർഷൻ കാണാം? എത്രയാണ് വരിക? രാജസ്ഥാൻ എത്ര? എടോ MH മാത്രം സെപ്പറേറ്റ് കണ്ട പോരെ? MH മാത്രമല്ലേ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 60,000 പ്ലസ് 60,000 പ്ലസ് 1,20,000 എത്രയാണ് ടോട്ടല്? എത്രയാണ്? 2,40,000. ടേൺ ഓവർ എങ്ങനെയാ? ടേൺ ഓവർ ബേസിസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ എത്ര ഉണ്ട്? 20 20 10 ടോട്ടൽ 50 ലക്ഷം അല്ലേ? അപ്പൊ ഈ 2,40,000 ഇൻറ്റു 10 ലക്ഷം ഡിവൈഡഡ് ബൈ 50 എത്ര? $48,000. അത് രാജസ്ഥാൻ. പിന്നെ ഇനിയോ? മധുപുരി കർണാടക എത്രയാ? $2,40,000 ഇൻറ്റു 5 ലക്ഷം ഡിവൈഡഡ് ബൈ 50 ലക്ഷം. ഓക്കെ, ഇനി എന്താ ഉള്ളത്? UP അല്ലേ? UP എത്രയാ? 72,000. ഇതൊക്കെ നമ്മൾ ഫുള്ളി IGST ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഫുള്ളി IGST ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ആണല്ലോ. MHന്റെ കേസിൽ മാത്രം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ?
ഇല്ലേ? MHന്റെ കേസിൽ ISDയുടെ കയ്യിൽ CGST ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? CGST ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ 60,000 ഇൻറ്റു എത്രയാടാ? എത്രയാണ് MHന്റെ റേഷ്യോ? 20/50 അല്ലേ? എല്ലാ കേസിലും 20/50 അല്ലേ? മനസ്സിലായോ? MH to MH മാത്രം നമ്മൾ എല്ലാം IGST ആയിട്ടല്ലല്ലോ കൊടുക്കുക. CGST വേറെ, SGST വേറെ, IGST വേറെ, അങ്ങനെ തന്നെയല്ലേ കൊടുക്കുക. മൂന്നും വേറെ വേറെ ആയിട്ടല്ലേ? ISD MH അല്ലേ? ക്രെഡിറ്റ് ഇൻപുട്ട് ഉള്ളത് ക്രെഡിറ്റ് ആയിട്ട് തന്നെ കൊടുക്കും. അപ്പൊ 60,000 ഇൻറ്റു 20/50, 60,000 ഇൻറ്റു 20/50, 120 ഇൻറ്റു 20/50. ഈ മൂന്നും CGST ആയിട്ടും SGST ആയിട്ടും IGST ആയിട്ടും ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? 24,000 ഏതിന്റെ കിട്ടുക? ഫസ്റ്റത്തെ ആണോ? ആദ്യത്തെ രണ്ടും 24,000 അല്ലെ? മൂന്നാമത്തെ നേരെ ഡബിള് 42,000 വരുന്നുണ്ടാവും. 48,000 അല്ലെ? ഇത്രേ ഉള്ളൂ. നോക്കിക്കോ, എന്താ പറഞ്ഞത്? CGST ക്രെഡിറ്റ് CGST പ്ലസ് SGST പ്ലസ് IGST 18,000 എന്ത് ചെയ്യും? ഗംഗാധർ ബ്രാഞ്ചിന് രാജസ്ഥാന് സെപ്പറേറ്റ്ലി IGST ആയിട്ട് തന്നെ ഫുൾ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ. ഇനി IGST 1,50,000, CGST 15,000, SGST 15,000, മുംബൈ ബ്രാഞ്ച് MH സെപ്പറേറ്റ് ആയിട്ട് തന്നെ IGST 1,50, CGST 1,50 15, SGST 15, അങ്ങനെ തന്നെ ബ്രാഞ്ചിന് മാത്രം ഓൺലി ടു മുംബൈ ബ്രാഞ്ച് ഓക്കെ കൊടുക്കും. കാരണം റെസിപ്പിയന്റ് ISDയുടെ സെയിം സ്റ്റേറ്റിലായതുകൊണ്ട്. മറ്റേന്താ ഇനി ഓരോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? രാജസ്ഥാൻ എന്ത് കിട്ടും? IGST ആയിട്ട് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് 48,000 കിട്ടും. കർണാടക IGST ആയിട്ട് 24,000 കിട്ടും. ഇത് എക്സംപ്റ്റ് സപ്ലൈ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോർമലി പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടെ ടേൺ ഓവർ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്ലിക്കബിൾ ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ടാക്സബിൾ സപ്ലൈ ആണോ എക്സംപ്റ്റ് സപ്ലൈ ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഇനി UP എത്രയാണ്? 72,000 കണ്ടുപിടിച്ചതല്ലേ നേരത്തെ. ഇനി മുംബൈ ബ്രാഞ്ച് മാത്രം സെപ്പറേറ്റ് എന്ത് ചെയ്തു? 60,000 ഇൻറ്റു നമ്മൾ മുംബൈയുടെ ടേൺ ഓവർ മാത്രം വെച്ചിട്ട് നമ്മൾ അവിടുത്തെ മാത്രം സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ 24,000, 48,000, 10,000 രൂപയുടെ ITC മാർച്ചിലത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാർച്ചിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ കൊല്ലം. സോ എന്താ പറഞ്ഞ? ITC അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ മന്ത് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സെയിം മന്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണ്? സംശയമൊന്നുമില്ല? അപ്പൊ ITC ചാപ്റ്റർ ആകെ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ. ഇത് ആകെ ഇത്രേ ഉള്ളൂ. 16, 17, 18, 19, 20, 21 സെറ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തതില്?
ചോദിച്ചോ. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്ത ഏരിയ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അടുത്ത ഏരിയയിലോട്ട് പോവാം. ഓക്കെ, എന്തിനാണ് പ്ലേസ് ഓഫ് സപ്ലൈ കാണുന്നത്? നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്തിനാ കണ്ടത്? ഏത് മാസം ടാക്സ് അടയ്ക്കാൻ, അല്ലെ? വാല്യൂ ഓഫ് സപ്ലൈ എന്തിനാ കണ്ടത്? ഏതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം എന്നറിയാം. ഇനി പ്ലേസ് ഓഫ് സപ്ലൈ എന്തിനാ? പ്ലേസ് ഓഫ് സപ്ലൈ എന്തിനാ? ഇന്റർ ആണോ ഇൻട്ര ആണോ നോക്കാൻ, അല്ലെ? IGST ആണോ നോക്കാൻ. ഒരുവിധം അങ്ങനെയാണ്, അല്ലെ? ഇന്റർ ആണെങ്കിലാണല്ലോ IGST. അപ്പൊ ഇന്റർ ആണോ ഇൻട്ര ആണോ എന്ന് നോക്കാൻ. അപ്പോ ഒരു സാധനം ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് പറയണമെങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്ഥലമാകണം. ഇൻട്ര ആവണമെങ്കിൽ എന്തൊക്കെയാടാ? ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഈ പ്ലേസ് ഓഫ് സപ്ലൈ മോസ്റ്റ്ലി രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സപ്ലയറും റെസിപ്പിയന്റും എന്ന് ജനറൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കാണുക എന്നുള്ളത് പഠിക്കാൻ പോകണം. അപ്പോൾ ഒരു സാധനം ഇൻട്ര ആവണമെങ്കിൽ ഞാനാണ് സപ്ലയർ എന്ന് വിചാരിച്ചോ, ഞാൻ കേരളയാണ്. പ്ലേസ് ഓഫ് സപ്ലൈ ആണ് നമ്മൾ രണ്ടാമത് നോക്കുക. ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ കേരളയാണെങ്കിൽ അത് എന്ത് സപ്ലൈ ആണ്? പ്ലേസ് ഓഫ് സപ്ലൈ കേരളയാണെങ്കിൽ അത് എന്ത് സപ്ലൈ ആണ്? ഇൻട്ര. ഉറപ്പിക്കാലോ? അല്ലെ? ഇനി പ്ലേസ് ഓഫ് സപ്ലൈ പുറത്താന്ന് വിചാരിച്ചോ, ഞാൻ കേരള, പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാടാന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് സപ്ലൈ ആണ്? ഇന്റർ. ഞാൻ ലക്ഷദ്വീപിലാണ്, ലക്ഷദ്വീപിൽ തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ലഡാക്കിലാണ്, പ്ലേസ് ഓഫ് സപ്ലൈ ലഡാക്കാന്ന് വിചാരിച്ചോ. അപ്പോ ഇൻട്ര. അങ്ങനെ രണ്ടു പേരും ലഡാക്ക് ആണെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന, ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ഏതൊക്കെയാ? ബാക്കിയുള്ളവര് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പാണോ?
സൗമിത്ത് റെഡിയാണോ? ബാക്കിയുള്ളവരൊക്കെ തെറ്റിച്ചില്ലേ? സൗമിത്തു ആദ്യം ഒന്ന് തെറ്റിച്ചു, പിന്നെ റെഡിയാക്കി അല്ലേ? ആണല്ലോ, ലഡാക്ക് യൂണിയൻ ടെറിട്ടറി അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവിടെ UTGST ആണ് വരിക. ലഡാക്ക് പുതുതായി യൂണിയൻ ടെറിട്ടറിയിലോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോ പിന്നെ ഏതൊക്കെയായിരുന്നു യൂണിയൻ ടെറിട്ടറീസ്? ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഏതായിരുന്നു? ലക്ഷദ്വീപ്, ആൻഡമാൻ, ചണ്ഡീഗർ, ദാദ്ര നാഗർ, ഡാമൻ ഡ്യൂ, ദാദ്ര നാഗർ രണ്ടും രണ്ടാ? UTGST അപ്ലിക്കബിൾ ആവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. പുതുച്ചേരി ഒന്നുമില്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു? ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ദാദ്ര ആൻഡ് നാഗർ, ഡാമൻ ഡ്യൂ ആൻഡ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ലഡാക്ക്, ചണ്ഡീഗർ അല്ലേ? ഞാൻ ചുമ്മാ ചോദിച്ചതാ, ഓർമ്മ ഉണ്ടോന്ന് അറിയാനേ. കൊള്ളാം. ഇനി ഓർമ്മ ഉണ്ടായാൽ മതി. ഇനി വന്നിട്ട് ഒരു മിനിറ്റ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 10, 11, 12, 13. സെക്ഷൻ 11, 10, 11, 12, 13 ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, ഓർമ്മ ഉണ്ടല്ലോ. പ്ലേസ് ഓഫ് സപ്ലൈ IGST ആക്ടിലാണെന്ന് പറഞ്ഞു. IGST ആക്ടിൽ വേറെ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ചാർജിങ് സെക്ഷൻ ഏതാ IGST ആക്ടിലെ? ചാർജിങ് സെക്ഷൻ, ചാർജിങ് സെക്ഷനോ 15 ആണോ? 15 CGST ആക്ടിലെ വാല്യൂ ഓഫ് സപ്ലൈ ആയിരുന്നു എന്റെ ഓർമ്മയില്. 15 അല്ല എന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ, മനസ്സിലായി. 5. ഓക്കെ, CGST-യിലെ 9-ഉം IGST-യിലെ 5-ഉം ആയിരുന്നു ചാർജിങ് സെക്ഷൻ. എല്ലാം ഞാൻ ചുമ്മാ ചോദിക്കുന്ന കേട്ടോ, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോട്ടോ. സോറി, അപ്പൊ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ നോക്കുമ്പോൾ ഒന്ന് നോക്കേണ്ടത് ലൊക്കേഷൻ ഓഫ് സപ്ലയറും ലൊക്കേഷൻ ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈയുമാണ്. ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ നോക്കും, എന്നിട്ടാണ് നമ്മൾ ഇന്റർ ആണോ എന്ന് നോക്കുക. ഓക്കെ, സപ്ലയറുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സപ്ലയറുടെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ്. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് റെസിപ്പിയന്റ്. ഓക്കെ, അതല്ലാത്ത കണ്ടീഷൻസും ഉണ്ട് നമുക്ക് പറയാം.
റെഡി? അപ്പൊ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഇപ്പൊ 4 കേസ് ആണല്ലോ നമ്മൾ പറഞ്ഞ സെക്ഷൻ 10, 11, 12, 13. അപ്പൊ ഏതൊക്കെയാ കേസ്? ഒന്ന് 10 എന്ന് പറയുന്നത് ഗുഡ്സ് തന്നെ. ആദ്യം 11 പറയാൻ നല്ലത്. 11ൽ പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട്. ഗുഡ്സിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കാണും? ഓക്കെ, ഏത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും? അതാണ് സെക്ഷൻ 11. സെക്ഷൻ 10 എന്ന് പറഞ്ഞ ജനറൽ കേസ്. ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും അല്ലാത്ത നോർമൽ കേസിലൊക്കെ ഗുഡ്സിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കാണും എന്നുള്ളതാണ് സെക്ഷൻ 10ൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്തത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഗുഡ്സ് കഴിഞ്ഞാൽ സർവീസ്. 10 എന്തായിരുന്നു? ഗുഡ്സിന്റെ ജനറൽ കേസ്. 11 ഗുഡ്സ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ ഉള്ള പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി 12 എന്തായിരിക്കും? അപ്പോ സർവീസ്. സർവീസ് സപ്ലയറും റെസിപ്പിയന്റും ഇന്ത്യയിലുള്ള ആളാകുമ്പോൾ എങ്ങനെയാണ് സർവീസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ കാണേണ്ടത് എന്നും, ഇനി സപ്ലയർ ഇന്ത്യയിലും റെസിപ്പിയന്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതെങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കാണേണ്ടത് എന്നുള്ളത് സെക്ഷൻ 13ലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ 10 ഏതാ? സെക്ഷൻ 10 ജനറൽ കേസ് ഗുഡ്സ്. സെക്ഷൻ 11 ഇമ്പോർട്ട് എക്സ്പോർട്ട് ഗുഡ്സ്. സെക്ഷൻ 12 place of supply of service when location of supplier and location of recipient are in India. Okay. Section 13 service ന്റെ കേസിൽ ലൊക്കേഷൻ ഓഫ് സപ്ലയറും റെസിപ്പിയന്റും ഔട്ട്സൈഡ് ഇന്ത്യ. ക്ലിയർ ആണല്ലോ? ഇനി ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റും ലൊക്കേഷൻ ഓഫ് സപ്ലയറും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും? രണ്ടാളും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നോക്കി വായിക്കാവൂ അല്ലെ സോമിത്ത? ആണോ? ചിലപ്പോ അല്ലേ? ആ, അപ്പോ സപ്ലയറും റെസിപ്പിയന്റും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ടാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ത്യക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, രണ്ടും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ. അപ്പൊ ആ കേസിൽ എക്സംപ്റ്റ് ആണ് എന്നേ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലായോ? ടാക്സബിൾ ടെറിട്ടറി അല്ലല്ലോ. ക്ലിയർ? 4 ഓക്കെ അല്ലേ? ഈ 10, 11, 12, 13 ഒന്ന് കാണാതെ വെച്ചേ, ഒന്നും കൂടെ സെറ്റ് ആക്കി മൈൻഡിൽ സെറ്റ് ആയിക്കോ. ഇതാ വരുന്നേ. ഇനി വരുന്നത് നമ്മളുടെ സെക്ഷൻ 10. ഓക്കെ, അപ്പൊ സെക്ഷൻ 10 എങ്ങനെയാന്നുള്ളതാണ്. സെക്ഷൻ 10 പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സ് ജനറൽ കേസ്. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സ് ജനറൽ കേസ്. ഇനി വരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സ് ജനറൽ കേസ്. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഏത് കേസാ? ഗുഡ്സിന്റെ കേസ്. ജനറൽ കേസ് ആകുമ്പോൾ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ? അപ്പൊ ഇത്രയേ ഉള്ളൂ. സപ്ലൈ മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ, സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ എവിടെയാണോ ഗുഡ്സ് ടെർമിനേറ്റ്സ് ഫോർ ഡെലിവറി, ഡെലിവറി എവിടെയാണോ അവസാനിക്കുന്നത്, എൻഡിങ് പോയിന്റ്. ഓക്കെ, എൻഡിങ് പോയിന്റ് എവിടെയാണോ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നത് അതായിരിക്കും എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു സാധനം ഓൺലൈനിൽ വാങ്ങിയെന്ന് വിചാരിച്ചോ. അത് അയക്കുന്നത് ചിലപ്പോ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ആയിരിക്കും. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? കേരളയിലോട്ടല്ല ഡെലിവറി. അപ്പോ കേരള ആയിരിക്കും എന്ത്? അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ. അവിടെ ടാക്സ് IGST ആയിരിക്കും. നിങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ബില്ല് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ മൂവ്മെന്റ് ഉള്ള ഐറ്റം ആണെങ്കിൽ, ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എവിടെയാണോ ഗുഡ്സിന്റെ എൻഡിങ് പോയിന്റ്, എവിടെയാണോ ഗുഡ്സ്
ഡെലിവറി ചെയ്യുന്നത്, എവിടെയാണോ ഡെലിവറി എൻഡ് ചെയ്യുന്ന സ്ഥലം, അതാണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഡെലിവേർഡ് ടു റെസിപ്പിയന്റ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് തേർഡ് പേഴ്സൺ. ഓക്കെ, എന്ത് ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ട് ആൻഡ് ഡെലിവേർഡ് ടു റെസിപ്പിയന്റ് ഓൺ ഇൻസ്ട്രക്ഷൻ ഓഫ് തേർഡ് പേഴ്സൺ. എന്താ പറഞ്ഞത്? മൂന്നാമത് ഒരാളുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ ഗുഡ്സ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇതിലിപ്പോ പ്ലേസ് ഓഫ് സപ്ലൈ. ഇപ്പൊ ഞാന് അക്ഷയോട് പറയാണ് എന്ത്, എന്റെ പേരിലായിരിക്കും, അക്ഷയുടെ കയ്യിൽ നിന്ന് ഞാൻ സാധനം വാങ്ങാന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ പേരിലായിരിക്കും ബില്ല്. പക്ഷെ ആക്ച്വലി ഇത് സോമിത്തിന് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്റെ ബില്ലിംഗ് അഡ്രസ്, ഓക്കെ, എന്റെ പേര്, തേർഡ് പേഴ്സൺ, ഞാനാണല്ലോ അക്ഷയോട് സോമിത്തിന് അയക്കാൻ പറഞ്ഞത്. അപ്പൊ എന്റെ ബില്ലിംഗ് അഡ്രസ് ആയിരിക്കും എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. ബില്ലിംഗ് അഡ്രസ് ഷിപ്പിംഗ് അഡ്രസ് ഇല്ലേ, ആ കേസ്. അപ്പൊ എങ്ങനെയാണ്? സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഡെലിവേർഡ് ടു മൂവ്മെന്റ് ഉണ്ട്, റെസിപ്പിയന്റിന് ഡെലിവറി ചെയ്യുന്നു. ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം? ഇൻസ്ട്രക്ഷൻ ഓഫ് തേർഡ് പേഴ്സൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് തേർഡ് പേഴ്സൺ, തേർഡ് പേഴ്സന്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിരിക്കും എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ബില്ലിംഗ് അഡ്രസ്. റെഡി? ഇനി വരുന്നത് മൂവ്മെന്റ് ഇല്ലെങ്കിൽ, ഗുഡ്സിന് മൂവ്മെന്റ് ഇല്ലെങ്കിൽ എപ്പോഴായിരിക്കും? എവിടെ ആയിരിക്കും? മൂവ്മെന്റ് ഇല്ലെങ്കിൽ സാധനം എവിടുന്നാണോ വാങ്ങി, ഇപ്പൊ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങണില്ലേ, അപ്പൊ എവിടെ ആയിരിക്കും? ഡെലിവറിയുടെ സമയത്ത് സാധനം എവിടെയാണോ അവിടെ. ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി, അവിടെ തന്നെ. ഓക്കെ, ഡെലിവറി ചെയ്യുന്ന സ്ഥലം ഏതാണോ അത് തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി ഗുഡ്സ് അസംബിൾഡ് ഓർ ഇൻസ്റ്റാൾഡ് അറ്റ് സൈറ്റ്. അസംബ്ലി ആവശ്യമുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ആവശ്യമുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനത്തെ കേസിൽ എന്തായിരിക്കും? ഇപ്പൊ മെഷീനറി ഒക്കെ ഇൻസ്റ്റാളേഷൻ ആവശ്യമുണ്ടെങ്കിൽ എവിടെ വെച്ചാണോ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ സ്ഥലം, പ്ലേസ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഓർ അസംബ്ലി. ഓക്കെ, അതാണ് ഗുഡ്സിന്റെ കേസ്. ഗുഡ്സിന്റെ കേസ് എല്ലാം സിമ്പിൾ ആണ്. ഇനി എന്താ? സപ്ലൈ ഓൺ ബോർഡ് എ കൺവെയൻസ്. എന്ത്? നമ്മൾ ഈ എയർപോർട്ടില്, എയറോപ്ലെയിനില്, ഷിപ്പിലൊക്കെ എന്ത് കിട്ടും? ഈ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടില്ലേ? മനസ്സിലായോ? പാക്ക്ഡ് ഫുഡ്സ് ഒക്കെ കിട്ടില്ലേ? ആ ഐറ്റംസ് ഒക്കെ എവിടെയാണോ ഗുഡ്സ് നമ്മൾ ഈ സാധനം കയറ്റുന്നത്, ഓക്കെ, എവിടെ വെച്ചാണോ ഈ സാധനം വണ്ടിയിൽ കയറ്റുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഗുഡ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണോ അതാണ് എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഗുഡ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. Starting point of goods. In a 10 subsection to in any other case, place of supply shall be determined in such manner as may be prescribed. അത് ഇനി ഏതെങ്കിലും കേസ് വേണമെങ്കിൽ കൊണ്ടുവരാം എന്ന് പറയുന്നതാണ്. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആണോ? 5 എണ്ണം
ഓക്കെ ആണോ? ആ അതെ 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 അതന്നെ. അതിന്റെ ഒരു നല്ലൊരു ചോദ്യം എവിടെ ഉണ്ടായിരുന്നു? നമുക്ക് ചെയ്യാം. ചോദ്യങ്ങൾ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇനി നമ്മളെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിലും ഉണ്ട് കേട്ടോ. കുറെ ടെസ്റ്റിലുള്ളതും ചെയ്ത് നോക്കുക ഇന്ന് തന്നെ. ഓക്കെ, ഇനി സെക്ഷൻ 11 പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഇമ്പോർട്ട്, എക്സ്പോർട്ട്. ഗുഡ്സിന്റെ കേസിൽ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. എക്സ്പോർട്ട് ആണെങ്കിലും എന്താ? ഇന്റർസ്റ്റേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും അല്ലെ? ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് അയച്ചു കഴിഞ്ഞാലും IGST ആണ്, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും IGST ആണ്. എക്സ്പോർട്ട് 0 റേറ്റഡ് ആണ്. ഇമ്പോർട്ടിന്റെ കേസിൽ കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് IGST വരും. കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് പഠിക്കാനുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടിന്റെ കേസിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ഇമ്പോർട്ടർ. ഇമ്പോർട്ടറുടെ ലൊക്കേഷൻ ആണ് എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. എക്സ്പോർട്ടിന്റെ കേസിൽ എന്താ? ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. എവിടെയാണോ ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ, എക്സ്പോർട്ട് ഗുഡ്സിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതാണ് എക്സ്പോർട്ടിന്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ക്ലിയർ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ, 8 മിനിറ്റ്. ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, നാളേക്ക് ചെയ്താൽ പോരെ. കുറച്ച് ചോദ്യങ്ങളും കൂടെ പറയുമ്പോഴേ നിങ്ങൾക്ക് ഒന്നും കൂടെ ഐഡിയ ആവും. അപ്പോ തൽക്കാലം ഇന്ന് ഇത്രയും ഭാഗം വായിക്കാം. ഓക്കെ, ഇനിയുള്ളത് സർവീസ് ആണ്. സർവീസ് അത്യാവശ്യം പറയാനുണ്ട്. സോ ബാക്കി നാളെ എടുക്കാം. സർവീസ് കുറച്ച് ഏരിയ ഉണ്ട്. ഓക്കെ.
സർവീസ് ചെയ്യും, അത്യാവശ്യം കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാതൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്ന് എടുത്ത ഏരിയ ഫുള്ള് നോക്കുക, ടെസ്റ്റിലെ പ്രോബ്ലംസ് ചെയ്യുക, പ്ലസ് ഈ ഗുഡ്സിന്റെ കേസിൽ കുറെ എക്സാമ്പിൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലേ ഓരോ ഏരിയയിലും എക്സാമ്പിൾസ് ഉണ്ടാവും. ആ എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് വായിക്കുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലിയർ? ഇന്ന് ഇത്രയും പോരെ? റെഡി? ഇനി അത്യാവശ്യം ഏരിയ ഉണ്ട്, തുടങ്ങി വെച്ചിട്ട് പിന്നെ ഫിനിഷ് ചെയ്യാതിരിക്കണ്ടല്ലോ, കണ്ടിന്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ, ബൈ.